send a message, so I have sent a message actually telling that I am there working. Okay. Let's send a message. Hi, how are you? So I have sent a message saying that. Send a message saying that I am there working. So good morning to all. Inspire. So ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറിയിരിക്കേണ്ടതാണ്. ഇൻസ്പയർ സൂപ്പർ സ്കോളർ 2024 എക്സാം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. വേദിക്ക് പുറത്തു നിൽക്കുന്ന ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി. Sterling. അറിയില്ല എത്തിച്ചേട്ടോ നീ എൻ്റെ മറ്റേ അയച്ചിട്ടുണ്ടാവും 956 Inspire Learning Comprehensive Academic. നമ്മുടെ യോഗം ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഇൻസ്പയർ ഹൈസ്കൂൾ 11ാം ക്ലാസ് വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ്. വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല
സതതം സഹായമീർപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോ തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ ഭ്രഷ്ടൻ വഴിയിലുമല്ല ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി പാടുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ശശികുമാറിന്റെ ഡെസ്റ്റിനേഷൻ ഇൻ IAS എന്ന പരിശീലന പരിപാടി 5ാം ക്ലാസ് മുതൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച വിദ്യാർത്ഥിനിയാണ്. ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ ഡെസ്റ്റിനേഷൻ IASലൂടെ ഇൻസ്പയർ ടാർഗറ്റ് IIT MBBS ഫൗണ്ടേഷൻ പ്രോഗ്രാമിലും ഗൗരികൃഷ്ണ പങ്കെടുക്കുകയുണ്ടായി. ആലപ്പുഴയിൽ ബ്രൈറ്റ് സ്കൂൾ ഇന്റഗ്രേറ്റഡ് ഹയർ സെക്കൻഡറി പ്രോഗ്രാമിന്റെ 2020-22 ആദ്യം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സൂപ്പർ സ്കോളർ 11th എഡിഷന്റെ ഉദ്ഘാടനവും അതിനോടൊപ്പം 1000 കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ് നൽകുന്ന മെന്ററിംഗ്, ഐഡന്റിഫൈങ് ആൻഡ് ലീഡിംഗ് ടു കരിയർ മിൽക്ക് എന്ന പദ്ധതിയുടെ 2024-25 അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനവും അതിനോടൊപ്പം ഗണിതശാസ്ത്ര അധ്യാപികയായ രാധാമണി ടീച്ചറെയും ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. 2014 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തെ ആദ്യ ഞായറാഴ്ചയിൽ ആലപ്പുഴയിൽ നടത്തിവരുന്ന സൂപ്പർ സ്കോളർ പരീക്ഷ അനവധി കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ പരീക്ഷയിലൂടെ സാധിച്ചിട്ടുണ്ട്. ഞാനും എനിക്കൊപ്പവും എനിക്ക് മുന്നേ പഠിച്ചവരും ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ന് രാജ്യത്തിന്റെ വിവിധ നാഷണൽ ഇമ്പോർട്ടൻസ് ലിസ്റ്റിൽ പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതായത് IIT, NIT, ISER, മറ്റ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തി വരുന്നവരാണ്. 6ാം ക്ലാസ് മുതൽ ഇൻസ്പയറിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 11ഉം 12ഉം ഞാൻ ഈ ഡയസിലിരിക്കുന്ന ആൾക്കാരാണ്. ഇൻസ്പയർ പിന്നെ അതിൽ വലിയൊരു പങ്ക് ഡോക്ടർ TP ശശികുമാർ സാറ് വഹിച്ചിട്ടുണ്ട്. ഞാനിന്ന് ഇവിടെ തീരെ അപ്രതീക്ഷിതമായി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സദസ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് ഞാനിങ്ങനെ നിൽക്കാൻ കാരണക്കാരായ 2 വ്യക്തികൾ ഈ സ്റ്റേജിൽ തന്നെ ഇരിപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഡോക്ടർ TP ശശികുമാർ സർ. ഹൗ ടു ലേൺ എന്ന കൺസെപ്റ്റ് ഒരു 5ാം ക്ലാസ്സുകാരുടെ മുമ്പിൽ അതിമനോഹരമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് സർ. എനിക്കും എന്നെ പോലെ മറ്റ് അനവധി കുട്ടികളുടെയും വിജയത്തിൻ്റെ കാരണമായ ഒരാളാണ് സാറ്. ISRO സ്പേസ് സയൻറ്റിസ്റ്റായി ഡിസൈൻ ചെയ്ത ആളാണ്. സോ സാറിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മമാരാണ് കൂടുതലും കുട്ടികളോടൊപ്പം ഇതുപോലുള്ള ചടങ്ങിൽ പങ്കെടുക്കുക. അമ്മമാരുടെ പ്രതിനിധിയായി ഈ യോഗത്തിന്റെ അധ്യക്ഷത ഞങ്ങൾ അത് പക്ഷേ വളരെ വൈകിയ കരിയർ കൗൺസിലിംഗ് ഫ്രീ ആയിട്ട് വേദിയും സദസ്സിൽ വിളിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ശശികുമാർ സാർ, വേണുഗോപാൽ സാർ, അതുപോലെ രാധാമണി ടീച്ചർ, ഇൻസ്പയർ ലേണിങ്ങിൻ്റെ
ഇൻസ്പയർ ലേണിങ്ങിൻ്റെ ഒരു സ്കൂളുണ്ടല്ലോ, ബ്രൈറ്റ് സ്കൂൾ പ്രിൻസിപ്പളായിട്ടുള്ള സുബോധ് സാറ്, സ്വാഗതം ആശംസിച്ച നമ്മുടെ ഗൗരിക്കുട്ടി, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നമ്മുടെ ഗൗരിക്കുട്ടി ആമുഖത്തിൽ പറഞ്ഞതുപോലെ സാധാരണ എല്ലാ പരിപാടികൾക്കും അമ്മമാരാണ് കുഞ്ഞുങ്ങൾ. വേണുഗോപാൽ സാർ കേരള പോലീസിൽ നിന്നും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ മകൻ അരവിന്ദ് ചന്ദ്രമേനോൻ 2015-17 വർഷത്തെ ഇൻസ്പയർ ഇന്റഗ്രേറ്റഡ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായിരുന്നു. അരവിന്ദ് ചന്ദ്രഘോഷ് നിലവിൽ അയർലൻഡ് ട്രിനിറ്റി കോളേജിൽ മാസ്റ്റർ ഓഫ് സയൻസ് പ്രോഗ്രാമിൽ പഠിക്കുന്നു. മകൾ ഗുരുനിധി കാർമൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പൂർത്തിയാക്കി. അതിനുശേഷം ഇൻസ്പയർ ഇന്റഗ്രേറ്റഡ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ്. ശ്രീ വേണുഗോപാൽ സാറിനെ ആദരവോടെ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സൂപ്പർ സ്കോളർ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ആദരണീയായ അധ്യക്ഷ ഡോക്ടർ ധന്യ മാഡം, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ TP ശശികുമാർ സാർ അവർ, ആദരവേറ്റുവാങ്ങുന്ന രാധാമണി ടീച്ചർ, മലയാള മനോരമയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ജയകൃഷ്ണൻ അവർ, ഇൻസ്പയർ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷനിലെ ഏറ്റവും സ്നേഹനിധികളായ അധ്യാപകർ, അനധ്യാപകർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ രക്ഷകർത്താക്കൾ, പ്രിയ കുഞ്ഞുങ്ങൾ, ഏവർക്കും സാദര പ്രണാമം. ഇവിടെ വളരെ വലിയ ഒരു ദൗത്യമാണ് സുബോധ് സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പം ഞാൻ 5 മിനിറ്റ്, കാര്യം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കാതോർത്തിരിക്കുന്നത് ശശികുമാർ സാറിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നതിനാണ്. അപ്പോൾ ആ ഒരു സമയമൊന്നും ഞാൻ എടുക്കുന്നത്, ഞാനൊരു 5 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഞാൻ എൻ്റെ കർമ്മം പൂർത്തിയാക്കുക. ഒരു 2 കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് പറഞ്ഞുകൊള്ളണം എന്നൊരാഗ്രഹം കൊണ്ടാണ്. നജൗരഹാര്യം നജ രാജഹാര്യം ന ഭ്രാതൃഭാജ്യം നജ ഭാരകാരി വിയേ ഹൃദയ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനം പ്രധാനം. ഞാൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്നും റിട്ടയർ ചെയ്തൊരു പോലീസ് ഓഫീസറാണ്. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്ന ഭാഗമായി കോഴിക്കോട് ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, സാർ ഇനി മുതൽ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു കാര്യം കുഞ്ഞുങ്ങളോട് പറയാമോ എന്നോട് ചോദിച്ചു. അന്ന് മുതൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നജൗരഹാര്യം നജ രാജഹാര്യം ന ഭ്രാതൃഭാജ്യം നജ ഭാരകാരി വ്യയേ ഹൃദയവർദ്ധതയേവ നിത്യം വിദ്യാധനം സർവധന പ്രധാനം. കള്ളന്മാർക്ക് മോഷ്ടിക്കുവാനോ രാജാവിന് പിടിച്ചടക്കുവാനോ സാധിക്കാത്ത, സഹോദരന് വീതം കൊടുക്കേണ്ടാത്ത, നിത്യം ഉപയോഗിക്കും തോറും വർദ്ധിക്കുന്ന, ജീവിതത്തിൽ നമുക്കൊരിക്കലും ഭാരമാകാത്ത ഏറ്റവും പരമപ്രധാനമായ ധനമാണ് വിദ്യാധനം എന്ന് ഓരോ കുഞ്ഞുങ്ങളും, പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓർത്തിരിക്കണം. കാര്യം അച്ഛനും അമ്മയും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമ്പാദ്യവും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി, നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നമ്മുടെ വെൽത്താണ് നമ്മൾ ആർജിക്കുന്ന വിദ്യാധനം. ആ വിദ്യാധനം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർത്തുകൊള്ളുക. വിദ്യ പഠനം 4 വിധത്തിലെന്നാണ്. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ചാന്ന. അധ്യാപകനിൽ നിന്ന് 4-1, വിദ്യാർത്ഥി സ്വയം 4-1,
നല്ല കൂട്ടുകാരുമായി ചേർന്ന് 4-1, ജീവിത അനുഭവങ്ങളിലൂടെ 4-1. അപ്പോൾ സ്കൂളിൽ നിന്നുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ പഠനം 4-1 ആകുന്നുള്ളൂ എന്ന് എപ്പോഴും ഓർമ്മ വേണം. 4-1 സ്വയം പഠിക്കണം, 4-1 നല്ല കൂട്ടുകാരുമായി ചേർന്ന് പഠിക്കണം, 4-1 ജീവിത അനുഭവങ്ങളിലൂടെ പഠിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ പഠനം പറ്റൂ. അപ്പോൾ ഈ ഒരു കാര്യം പഠനവുമായി ബന്ധപ്പെട്ട് ഏതൊരു പ്രക്രിയയിലും ഓരോ കുഞ്ഞുങ്ങളും ഓർമ്മ വെച്ചുകൊള്ളണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ശശികുമാർ സാറിനെ കിട്ടിയെന്നുള്ളതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഹൈദരാബാദിൽ നിന്നും നേരിട്ട് ഇവിടെ ഈ ക്ലാസ്സിന് വേണ്ടി മാത്രമാണ്. ശശികുമാർ സാറുമായി എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 2001 മുതൽ ഉള്ള ബന്ധമാണ്. 2001 മുതൽ അദ്ദേഹവുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സമയം കിട്ടിയ ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു അറിവ് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ബഹിരാകാശ ഗവേഷണ സംഘടന എന്ന നിലയ്ക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ 2 ദശാബ്ദക്കാലം ശാസ്ത്രജ്ഞനായിരുന്ന വ്യക്തിയാണ്. 2 ദശാബ്ദക്കാലം. അപ്പോൾ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയാണ്, ഒരു തപസ്സാണ്. സന്യാസം എന്ന് ഉദ്ദേശിച്ചത് താടിയും പിടിയും വളർത്തി ഇങ്ങനെ നടക്കുന്നതല്ല, ഒരു തപസ്സാണ്. ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം ജീവിതം ഒരു തപസ്സാണ്. നമുക്കറിയാം, ഒരു വിഷയത്തിൽ ഒരു മാർക്ക് കുറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ കാലത്ത് ആ ഒരു വിഷയത്തിന്റെ യഥാർത്ഥ വസ്തുത കണ്ടുപിടിക്കാൻ വേണ്ടി 1, 2, 3, 10 വർഷങ്ങൾ നീണ്ട ഗവേഷണം നടത്തേണ്ടി വരുന്ന അതാണ് ശാസ്ത്രം. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ആ ഒരു അനുഭവവേദ്യമായിട്ടുള്ള കാര്യം ഒരു തപസ്വിയുടെ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു തപസ്വിയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ പോലെ ശശികുമാർ സാറിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾക്ക് കഴിയട്ടെ. അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് പറയുകയാണെങ്കിൽ, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിന്നും VRS എടുത്ത് ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷത്തോളം മാനേജ്മെന്റ് പ്രൊഫസറായിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 10,000-കണക്കിന് അധ്യാപകർക്ക് ട്രെയിൻ എന്ന് പറയുന്നത്, അതായത് എങ്ങനെ വിദ്യ അഭ്യസിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളായിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരേപോലെ ട്രെയിനിങ് കൊടുത്ത് അവരെ എങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അത്രയും നല്ല ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നൊന്നും പറഞ്ഞാൽ അത് ചെറുതായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അധ്യാപകർക്ക് 10,000-കണക്കിന് അധ്യാപകർക്ക് ഇന്ത്യയിലും വിദേശത്തുമായി ചെയ്തു. പിന്നെ ഓൺലൈൻ ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് നമുക്കിവിടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഒക്കെ പ്രസക്തി കൂടിയത്. ഓൺലൈൻ എഡ്യൂക്കേഷനിലും ഓഫ്ലൈൻ ഇതേപോലെ ലൈവ് ക്ലാസ് ആയിട്ടും ഓൺലൈൻ ക്ലാസ് ആയിട്ടും എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് ക്ലാസ്സുകൾ, 10,000 ലക്ഷക്കണക്കിന് ക്ലാസ്സുകൾ അദ്ദേഹം കുട്ടികൾക്ക് എടുത്തിട്ടുണ്ട്. കാര്യം അതിനും മാത്രം കുട്ടികൾ, ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10 ലക്ഷത്തിലധികം കുട്ടികൾ ഒരു ബെനിഫിഷ്യറിയാണ് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിന്. കാര്യം ഓൺലൈനായിട്ട് പോകും. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5 ഇപ്പം നിങ്ങൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, യൂട്യൂബിനകത്തേക്ക് അദ്ദേഹം യൂട്യൂബ് ഉൾപ്പെടെയുള്ള വിവിധ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ആക്റ്റീവാണ്. യൂട്യൂബിനകത്ത് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 400-നും 500-നും ഇടയ്ക്കുള്ള ക്ലാസ്സുകൾ യൂട്യൂബിനകത്തേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദിലാണ് അദ്ദേഹം കുടുംബസമേതം സെറ്റിൽ ചെയ്തിരുന്ന സമയത്ത് അവിടെ ശിക്ഷ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗിക മോള് പറഞ്ഞതുപോലെ IAS ആസ്പിരന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ആ ഒരു കാര്യത്തിന് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ IAS, എങ്ങനെ ഇന്ത്യയിലെ പരമോന്നത ഭരണ
നേതൃത്വത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ IAS എത്തിച്ചേരാൻ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വിശദമായി അവർക്ക് അവിടെ താമസിച്ച് പഠിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം. ഇങ്ങനെ നമുക്ക് അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുന്നത് ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ നെഗറ്റീവ് എനർജിയെക്കുറിച്ചും പോസിറ്റീവ് എനർജിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നതിനായി എനർജി ഡൗസിംഗ് റോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ കേരളത്തിലെ അറിയപ്പെടുന്ന വേദപണ്ഡിതനായിട്ടുള്ള ഡോക്ടർ KPC അനുജൻ ഭട്ടതിരിപ്പാടുമായിട്ട് ഇദ്ദേഹം അവിടെ വന്നൊരു ലൈവ് ക്ലാസ് നടത്തി. ആ ക്ലാസ്സിൽ ആ സ്റ്റേജിൽ കയറി ആ ഡെമോൺസ്ട്രേഷനിൽ ഒരു പങ്ക് വഹിക്കാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ആ KPC അനുജൻ ഭട്ടതിരിപ്പാടുമായിട്ടുള്ള ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്ന രാഷ്ട്രത്തിന്റെ വിവിധ മേഖലകളിൽ ഈ വേദങ്ങളും ഉപനിഷത്തുകളും നമുക്കറിയാം നമ്മുടെ ഭാരതീയ ചിന്താധാരകളുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്താൽ ഒട്ടനവധി ഗ്രന്ഥങ്ങളാണ്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഷഡ്ദർശനങ്ങളും 108 ഉപനിഷത്തുകളും ഉൾപ്പെടുന്ന ഈ ബ്രഹ്മാണ്ഡം പോലെ കിടക്കുന്ന ഭാരതീയ ചിന്താധാരയെ പഠിച്ച് അത് കുട്ടികൾക്ക് അനുഭവവേദ്യമാകുന്ന വിധത്തിലുള്ള ക്ലാസുകൾ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നയാളാണ്. നമുക്ക് ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഇദ്ദേഹത്തിന് നമ്മുടെ കണ്ണൂര് പയ്യന്നൂര് അവിടെ ജ്ഞാനം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. ആ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ 50 കുട്ടികൾക്ക് പ്രവേശനമുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 40 ബാച്ചെങ്കിലും ഇപ്പൊ അവിടെ നിന്നും ഇത് പുറത്തു വന്നിട്ടുണ്ട്. ഈ 40 ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ജ്ഞാനം എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ TP ശശികുമാരൻ സാറിനെ ചെന്ന് നോക്കിയാൽ നമ്മൾ ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പില്ലാതെ നേരെ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ നമ്മൾക്ക് അവിടെ കാണാം ഒരു കൈമുണ്ട് കൊടുത്ത് ഒരു വെള്ളം ബനിയനും ഇട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി തെങ്ങ് കയറാൻ നിൽക്കുന്ന ഒരാളിനെ പോലെ, മരത്തെ കയറാൻ നിൽക്കുന്ന ഒരാളിനെ പോലെ, പശുത്തൊഴുത്ത് ഈ വൃത്തിയാക്കാൻ നിൽക്കുന്ന ഒരാളിനെ പോലെ. ഞാൻ പറഞ്ഞത് ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായത്തിൽ സകല കാര്യങ്ങളും നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ, അത് 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്ന് ഈ ജ്ഞാനം എന്ന് പറയുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നു. അപ്പൊ അങ്ങനെ ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഒട്ടനവധി തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള എല്ലാ തലത്തിലുള്ള സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ, അത് ഏറ്റവും താഴെക്കിടയിലുള്ള കുട്ടികളായാലും ഏറ്റവും മുകളിലുള്ള കുട്ടികളായാലും, അവരെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം 10ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അക്ബൂർ നാരായണൻ അദ്ദേഹം ആ പുസ്തകത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് തിരുക്കുറൾ എന്നാണ്, മോഡേൺ തിരുക്കുറൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയെല്ലാം നമുക്ക് എല്ലാ വിധത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വിധത്തിലും ഏറെ പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്കിന്ന് ഈ ഒരു സദസ്സിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നതിനായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് ഏറ്റവും പ്രയോജനപ്രദമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ എല്ലാ ലക്ഷ്യം. അപ്പോൾ ഓരോ അധ്യാപകരും, ഓരോ രക്ഷകർത്താക്കളും, ഓരോ വിദ്യാർത്ഥിനികളും ക്ലാസ്സുകൾ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ശ്രമിക്കുകയും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇതൊക്കെ മാറ്റിവെച്ചാൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, അദ്ദേഹം ബെസ്റ്റ് പേരന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KPC അനുജൻ ഭട്ടതിരിപ്പാടുമായിട്ടുള്ള പ്രോഗ്രാമിന് ശേഷം ആലപ്പുഴയിൽ ഒരു കുട്ടികൾക്ക് വ്യക്തിത്വ വികസന പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം ആ ക്ലാസ്സിന് വന്നത് തിരുവനന്തപുരത്തേക്കുള്ള ഓൺ ദ വേയിൽ അദ്ദേഹവും വൈഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ ഒരു ശാസ്ത്രജ്ഞ തന്നെയാണ്. 2 ആൺകുട്ടികൾ, മക്കൾ, ഇവർ 4 പേരും കൂടിയാണ് ഈ പ്രോഗ്രാമിനോട് വന്നത്. പ്രോഗ്രാം കഴിഞ്ഞു ഇദ്ദേഹത്തെ യാത്ര അയക്കാൻ വേണ്ടി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് യാത്ര അയക്കുന്നതിന് സമയത്ത് കുട്ടികൾ, എനിക്ക് തോന്നുന്നു 5ലോ 6ലോ പഠിക്കുന്ന കുട്ടികളാണ് ആ സമയത്ത്. അവർ 2 പേരും അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ കൗണ്ടറിൽ ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്ന് പല പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ അവിടെ നിന്ന് അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇന്ന ബുക്ക് വേണമെന്ന്. അവിടെ ഓൺ ദ സ്പോട്ടിൽ കുട്ടികൾക്ക് 2 പേർക്കും ബുക്ക് മേടിച്ചു കൊടുത്തു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുട്ടികൾ 2 പേരും ഞങ്ങളിൽ നിന്നൊക്കെ മാറി വേറെ ബെഞ്ചിൽ പോയിരുന്ന് 2 പേരും പുസ്തക പാരായണം തുടങ്ങി.
അപ്പോൾ ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രോപ്പർ ഗൈഡൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇന്ന് അയർലൻഡിലെ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. അവിടുത്തെ എൻ്റെ മകൻ അവിടെ അയർലൻഡിൽ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എൻ്റെ മകനാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 11ാം ക്ലാസ്സിലേക്ക് ഇവനെ ചേർക്കണം, ഇവനെ എന്ത് പഠിപ്പിക്കണം. ഞാൻ പല ആളുകളുമായിട്ട് ആലോചിച്ചു, ആരിൽ നിന്നും ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. അവസാനം എനിക്ക് പല ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു ഇതിൽ ഞാനൊരു സംതൃപ്തനല്ലാതെ വന്നപ്പോൾ ഞാൻ നേരെ ശശികുമാർ സാറിനെ വിളിച്ചു. മകനിങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിലേക്ക് അവനെ ചേർക്കാൻ പോകുന്നു. അവന് എന്ത് പഠിക്കണം, എന്ത് പഠിപ്പിക്കണം, ഏത് മേഖലയിലേക്കാണ് അവനെ ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്ന ഒരു മെന്ററിങ് സാറിൽ നിന്ന് ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, വേണം 1 മിനിറ്റ് ഹോൾഡ് ചെയ്യ്, എൻ്റെ അടുത്ത ഒരാളിരിപ്പുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ഇൻസ്പയർ ഗ്രൂപ്പ് ഓഫ് ലേണിംഗ്സിന്റെ ആദരണീയനായ പ്രിൻസിപ്പലും MD-യുമായിട്ടുള്ള സുബോധ് അവിടെ ഉണ്ടായിരുന്നു. സുബോധിക്ക് ഫോൺ കൊടുത്തു, സുബോധിയുമായിട്ട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് അരവിന്ദ് വിദ്യാമന്ദിരത്തിൽ കൊണ്ടുവന്ന് അരവിന്ദിനെ 2 വർഷം പഠിപ്പിച്ചു. അതിനുശേഷം ബിടെക്കിൽ മാറി കോതമംഗലത്ത് MA കോളേജിൽ നിന്നും അവർ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് എടുത്തു. അതിനുശേഷം ഇന്ന് അയർലൻഡിലെ ട്രിനിറ്റി കോളേജിൽ MS ഇൻ എൻവയോൺമെന്റൽ സയൻസിന് പോകാൻ. കാര്യം ഇത് നമ്മൾ നിസ്സാരമാണെന്നല്ല, കാര്യത്തിൽ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഭാഗ്യമുണ്ട്. പക്ഷെ നമുക്ക് കിട്ടേണ്ട ഉപദേശങ്ങളും കിട്ടേണ്ട ഗൈഡൻസും ആ സമയത്ത് കിട്ടണം. അതാണ് ആവശ്യം. അപ്പോൾ ഏതെങ്കിലും സമയത്ത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ എൻ്റെ മകൻ അയർലൻഡിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു, എൻ്റെ മകനും അയർലൻഡിലുണ്ട്, അവർ തമ്മിൽ കാണാൻ പറഞ്ഞു. അവർ കണ്ടു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ 2 മക്കളെ ഞാൻ ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞു. 2ാമത്തെ മകൻ അമേരിക്കയിലെ അണുശക്തി വിഭാഗത്തിൽ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ്. എനിക്കൊന്ന് 1 മാസം മുമ്പായിരുന്നു മകന്റെ കല്യാണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ മുൻപിൽ മാതൃകയായിട്ട് നിൽക്കുകയാണ്, റോൾ മോഡലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ല. ഞാൻ പറഞ്ഞു ഒരു പുസ്തകം വായിച്ച് 100 കാര്യം പറഞ്ഞു കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല. എൻ്റെ ജീവിതം കൊണ്ട് പ്രവൃത്തിപഥത്തിൽ എത്തിച്ച ഒരു കാര്യമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ സുബോധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കതാണ് ഏറ്റവും വലിയൊരു അഭിമാനം. അപ്പൊ ജീവിതം കൊണ്ട്, നമ്മുടെ സ്വജീവിതം കൊണ്ട് നമ്മൾ പ്രവൃത്തിപഥത്തിൽ എത്തിച്ച്, ആ പ്രവൃത്തിപഥത്തിൽ എത്തിച്ച കാര്യം അനുഭവവേദ്യമാക്കിയിട്ടാണ് നമ്മളോട് പറയുന്നത്, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ ഒരു അവസരമുണ്ട്, ഇറ്റ് ഈസ് അപ് ടു യു. വേണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ഈ ശശികുമാർ സാറിനെ പരിചയപ്പെടുത്തുക, ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ കൂടെ എന്ന് പറഞ്ഞാലും തീരത്തില്ല. കാര്യം അതുപോലെ കാര്യങ്ങൾ പറയണം. പക്ഷെ അതല്ല നമ്മൾ ഇവിടുത്തെ ആവശ്യം. ഇവിടെ അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രമിക്കുക. ആ ക്ലാസ്സിൽ നിന്നും നിങ്ങൾ ഇൻസ്പയർ ഗ്രൂപ്പ് ഓഫ് ലേണിംഗിൽ ചേരുകയോ ചേരാതിരിക്കുകയോ അത് വേറെ കാര്യം. പക്ഷെ ഈ ക്ലാസ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടിക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ കുഞ്ഞിന് എന്താണോ വേണ്ടത്, അത് കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാനും അവരെ ലോകോത്തര പൗരന്മാരാക്കാനുമുള്ള ഒരു അറിവ്, ഒരു ഉത്തരവാദിത്വപ്പെട്ട രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് നമ്മളിലെല്ലാം നിക്ഷിപ്തമാണ്. ആ ഒരു കർമ്മം നമ്മൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കുമ്പോൾ മാത്രമേ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നമ്മുടെ ധർമ്മം പൂർത്തിയാകുന്നുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് ഏറ്റവും ശ്രദ്ധയോടെ ശ്രമിക്കുക. ഈ ക്ലാസ്സിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ, ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അവരാഗ്രഹിക്കുന്നതിനും അപ്പുറത്തുള്ള ഉയരത്തിലേക്ക് എത്തിച്ചേരുവാൻ ജഗദീശ്വരന്റെ സർവ്വകാരുണ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ ഈ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിനും ഈ ഇൻസ്പയർ ഗ്രൂപ്പ് ഓഫ് ലേണിംഗിന്റെ ആദരണീയരായ അധ്യാപകരോട്, സുബോധിയോട് ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് അംഗങ്ങളോട് എൻ്റെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിലവിളക്ക് തെളിയിച്ച് ഈ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഡോക്ടർ TP ശശികുമാർ സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാവരും ചേർന്ന് നമുക്ക് ഈ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം.
അടുത്തതായി സൂപ്പർ സ്കോളർ 2024 11ാമത് എഡിഷന്റെ പ്രത്യേക ആദരവ് തിരുവൻപാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ 27 വർഷക്കാലം ഗണിതശാസ്ത്ര അധ്യാപികയായി പ്രവർത്തിച്ച് 2022 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങിയ പ്രിയ ടീച്ചർ, ഇനി വേദി അധ്യക്ഷ പദവിന് അലങ്കരിക്കുന്ന ഡോക്ടർ ധന്യ, ഡോക്ടർ TP ശശികുമാർ സാർ, വേണുഗോപാൽ സാർ, ഗൗരി, ഇൻസ്പയറിലെ അധ്യാപകൻ സുജി സാർ, ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഡോക്ടർ സിനി മേഡം, മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷണവും നടത്തുന്ന സയൻറ്റിസ്റ്റായിട്ടുള്ള ഡോക്ടർ TP ശശികുമാർ സാർ, പേരൻസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വേണുഗോപാൽ സാർ, ഇവിടെ ആദരം ഏറ്റുവാങ്ങിയ രാധാമണി ടീച്ചർ, സ്വാഗതം പറഞ്ഞ ഗൗരി കൃഷ്ണ, ഇൻസ്പയർ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുബോധ് സാർ, തങ്ങളുടെ മക്കളുടെ നല്ല ഭാവിയെ കരുതി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മലയാള മനോരമയും ഇൻസ്പയർ സ്കൂളും ചേർന്ന് നടത്തുന്ന സൂപ്പർ സ്കോളർ എക്സാമിൻ്റെ പ്രോഗ്രാമിൻ്റെ 11ാമത് എഡിഷൻ വളരെ വിജയകരമായി പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. എനിക്ക് തോന്നുന്നത് ഈ 11 എഡിഷനിൽ 1-2 പ്രോഗ്രാമിൽ ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഗ്രാമിലും മലയാള മനോരമ അസോസിയേറ്റ് ചെയ്തു പോയ ഒരു പദ്ധതിയാണിത്. എനിക്ക് തോന്നുന്നു ഒരു പത്ര സ്ഥാപനത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ, മനോരമയുടെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് സ്കൂളിലും അവിടുത്തെ കുട്ടികളെയും വളർന്നു വരുന്ന തലമുറയെയും കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിജയകരമായി പോകുന്ന ഒരു പദ്ധതിയിൽ ഇത്രയും വർഷം മനോരമയ്ക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കൂടുതലൊന്നും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല. എന്നാലും അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് തന്നെ ഇത്രയും പേരൻസ് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ അവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കുട്ടികളെ സംബന്ധിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പഠിക്കാനായിട്ട് കൃത്യമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചു പൊക്കോളും, അവരുടെ മേഖല അവർ തേടിയെത്തിക്കോളും. അതോടൊപ്പം തന്നെ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ വായിക്കാനും കൂടി പഠിപ്പിക്കണം. മലയാള മനോരമയിൽ നിന്ന് എത്തിച്ചേർന്ന എനിക്ക് ഇത്രയും പേരൻസിനെ ഒന്നിച്ച് കിട്ടിയപ്പോൾ അവരോട് പറയാനുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥനയാണിത്. കാരണം ഇന്നത്തെ ഒരു തലമുറയിൽ വായന ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വായനയുടെ രീതി മറ്റ് പല തലങ്ങളിലേക്കും മാറിപ്പോയി. അതിൻ്റെതായ ഒരുപാട് ഭവിഷ്യത്തുകൾ ഇന്നത്തെ സമൂഹവും കുട്ടികളും അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം.
അതിൻ്റെ ഒരു പ്രധാന കാരണത്തിൽ ഒന്ന് 2 വർഷം മുന്നേ ഇവിടെ സംഭവിച്ച കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയാണ്. എന്താണോ നമ്മൾ അവരോട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്, അത് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കോവിഡ് നമ്മളെ കൊണ്ടെത്തിച്ചു അല്ലേ? കാരണം വിദ്യാഭ്യാസ രീതിയെല്ലാം ഓൺലൈൻ തലത്തിലേക്ക് മാറിയപ്പോൾ മൊബൈല് നിർബന്ധിച്ച് ഉപയോഗിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നു. അതിന് മുമ്പായിട്ട് ഇത്രയും നേരം കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച രക്ഷാകർത്താക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഡോക്ടർ TPS പൊന്നാട അണിയിച്ച് ആദരവ് അർപ്പിക്കാൻ പാരൻസിന്റെ പ്രതിനിധിയായി ശ്രീ വേണുഗോപാൽ ജിയെയും ഇൻസ്പയർ അലൂനസ് കുമാരി ഗൗരി കൃഷ്ണയെയും ക്ഷണിക്കട്ടെ. ആദരവ് ഏറ്റുവാങ്ങാൻ ഡോക്ടർ TPS സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. Nair, Bethany Central School. Kevin A. Matthew, Bethany Central School. Karthik G, St. Mary's Residential. Navneet S. Bethany Central School. ചിരിക്കാൻ വേണ്ടിയാ അല്ലാതെ തല്ലിടാൻ വേണ്ടിയാ. ഒന്നുകൂടെ A B C. ആ സി ഇച്ചിരി നീളട്ടെ. സി ഇതെല്ലാവരും തല്ലിടണം. അശാൻ മുഹമ്മദ്, മാതാ സീനിയർ സെക്കൻഡറി. നമ്മൾ വിളിക്കുന്നത് 35 റാങ്കിൽ നിന്നും 26 വരെയുള്ള റാങ്കിലാണ് വിളിക്കുന്നത്. അവർക്ക് മെഡലാണുള്ളത്. സോ അവരെ വിളിക്കുകയാണ്. പേര് വിളിക്കുന്നത് ഓർഡർ അനുസരിച്ച് വരിക. അനാമിക S. കുമാർ, വിശ്വമൂർ പാർവതി, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 1ാം റാങ്ക് കരസ്ഥമാക്കിയ കുട്ടിക്ക് വേണ്ടി ഒരു നിറഞ്ഞ കൈ. രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് കൈൻ ആൻഡ് ജോസഫ് ഓഫ് ബ്രൈറ്റ് ആൻഡ് ഡിസ്കവറി. കൈൻ ആൻഡ് ജോസഫ് ഓഫ് ബ്രൈറ്റ് ആൻഡ് ഡിസ്കവറി സ്കൂൾ won the second place. And the third place goes to Kevin A. Matthew of Bethany Central School. ആദ്യം
അഞ്ചാം ക്ലാസ്സിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് കാർത്തിക്, 3ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് കെവിൻ എ മാത്യു, ബദരി സെൻട്രൽ സ്കൂൾ. Third place goes to Kevin A. Matthew of Badawi Central School. Put your hands together for the winner, please. Karthik G of St. Mary's Residential School. ഇതിൽ നിന്ന് റോഡ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്ന കുട്ടികളാണ് എപ്പോഴും നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുക. ബെസ്റ്റ് പെർഫോമൻസ് സ്കൂളുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം. ജാക്കി U. Krishna of Srinarayana English Medium School won a 5th rank from class 5. Navadej of Badri Central School, 6th rank. Navadej H of Badri Central School. Anzar Muhammad Mada Senior Secondary School, the 7th rank. Navadej from Badri Central School. Navadej from Badri Central School. Then Ansar Muhammad. 7th rank. Ansar Muhammad 7ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. നീരജ S 8th rank. 9th rank goes to Niranjan of Sri Shankara English Medium. And 10th rank goes to Hari Govind J of Sri Shankara English Medium. Niranjan, Hari Govind J. Hari Govind J. Sri Shankara English Medium School. Hari Govind J. 6ാം ക്ലാസ്സിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി സൂപ്പർ സ്കോളറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ധനുശ്രീ MD ഓഫ് കാർമൽ ഇന്റർനാഷണൽ സ്കൂൾ, പുനപ്ര. സമ്മാനം വാങ്ങിയ കുട്ടികൾ ദയവായി നിൽക്കുക. നിങ്ങളുടെ സ്കൂളിലാണ് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡെങ്കിൽ അതുകൂടി ഏറ്റുവാങ്ങിയതിനു ശേഷം പോകാവൂ. പരമാവധി 10 മിനിറ്റ് കൊണ്ട് ഇനി ഈ സമ്മാന ചടങ്ങുകൾ പൂർത്തീകരിക്കാവുന്നതാണ്. Srivaradhan A of Jawahar Vidya Navodaya Vidyalaya, 2nd rank. 2nd rank goes to Srivaradhan A. And the second runner-up, Balashakar Abhilash of Sri Shabari Central School. Balashakar Abhilash. 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഫോട്ടോ. Hari Govind, 5ാം ക്ലാസ്സിൽ 10th rank. Hari Govind. 8th rank goes to Anvita Gopal of Badri Central School. 9th rank is backed by Sean Santosh of Badri Central School. Sean Santosh. And the 10th rank goes to Abhinandan S. Krishna of St. Mary's Central School. Abhinandan S. Krishna. Hari Govind J. 5ാം ക്ലാസ്സിലെ 10ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. From class 7, with the highest mark, the super scholar is Abhinav Suresh Kumar of Father Thomas Parikara Central School. 2nd rank goes to Abdul Bhari K of Bishop Moore Vidyapith. 3rd rank goes to Abhi Krishna A of Bishop Moore Vidyapith, Coimbatore. 4th rank Keshav K. Badri Central School. Aditya Suresh
Jawaharlal Navodaya Vidyalaya on 5th rank, Aditya Sumesh. 6th rank goes to Niranjan Priya of St. Teresa HS Manapur. 7th rank goes to Gaurav Chi of Amrita Vidyalaya. Gaurav Chi. 8th rank goes to Ankit R of VNSS Trust Central School. Ankit R. 9th rank goes to Karthik Krishna S of SDVEM HSS. And 10th rank goes to Jagat Krishna S of SDVEM HSS. കുട്ടികൾക്ക് ആരംഭിക്കുന്നു. ഏറ്റവും ഉയർന്ന മാർക്കുകൾ വാങ്ങിയ കുട്ടികൾക്ക് റോഷൻ അവാർഡുകളുണ്ട്. ഏറ്റവും ഉയർന്ന സൂപ്പർ സ്കോറിലെ എല്ലാ ക്ലാസ്സുകളിലും വെച്ച് ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഒപ്പം സ്കൂളുകൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കൂടിയുണ്ട്. ഇനി 8ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് വിളിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഹർഷിയ ഷനാജ് ഓഫ് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പട്ടണ. ഹർഷിയ ഷനാജ്. Second prize goes to Arjun P. Nayak of SDVEM HSS. Third rank goes to Muhammad Mazani of Government Muhammad HS for Boys. Fourth rank goes to Kashyap Santosh. Third rank Muhammad Mazani. Fourth rank Kashyap Santosh. Devanandana of Badari Central School on 5th rank. Devanandana R. 6th rank goes to Karthik S of Sri Narayana Central School. Karthik S. 7th rank goes to Veda M. Veda M. 8th rank goes to Akshay K. 9th rank Ashwin Suno. And 10th rank Ashima Sadi. Ashwin Suno 9th rank. Ashima Sadi 10th rank. ഏറ്റവും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമ്മാനമാകുന്നത്. മറ്റു കുട്ടികൾ ദയവേത് അവരെ ഒരു പ്രോത്സാഹിപ്പിക്കുക. രക്ഷിതാക്കൾ 9ാം ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി സൂപ്പർ സ്കോളർ 2024 അവാർഡിന് അർഹയായിരിക്കുന്നത് നേഹ ആർ ഭിലൈ ഓഫ് മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ. നേഹ ആർ ഭിലൈ. Second rank goes to Gauri Parvati of Jawaharlal Navodaya Vidyalaya, Alapur. Third rank goes to Abhinav Shinu. Gauri Parvati, second rank. Gauri Parvati ku vendi amma sammanam ഏറ്റുവാങ്ങുന്നു. Abhinav Shinu. Abhinav yes. Fourth rank. Third rank goes to Abhinav Shinu. Fourth rank Abhinav S. Fifth rank Bhagyashree. Bhagyashree of St. Joseph CHSS. Sixth rank goes to Devika Rajesh of St. Joseph GHS. Seventh rank Badrinath R. Eighth rank goes to Ahil Muhammad Sadiq. Ninth rank goes to Srinanda Vinay of HSS Nirupadi. And 10th rank Anaka Nanda. Srinanda 9th rank. Srinanda 9th rank. Anaka Nanda of class 9. What the 10th rank? In the 10th class
മികവ് പുലർത്തിയ ആദ്യ റാങ്കിലുള്ള സമ്മാനമാണ്. ഏറ്റവും ഉയർന്ന മാർക്കോട് 10ാം ക്ലാസ്സിൽ നിന്നും 2024 സൂപ്പർ സ്കോളർ അവാർഡിന് അർഹനായിരിക്കുന്നത് കിഷൻ കെ ഓഫ് സെന്റ് മേരീസ് നഴ്സിംഗ് സ്കൂൾ ആലപ്പുഴ. കിഷൻ കെ. Second place goes to Keshav K of St. Mary's Nursing School, Alapura. Third rank is won by Anagha Pradesh of Javadan Navodaya. Fourth rank goes to Roshna Raji P of Malasri Secondary School. Roshna Raji. Fifth rank goes to Anupam Tej. Sixth rank goes to Maheen Abubakar of Leo Latin English Medium School. Seventh rank goes to Arjun S of Bishop Priyana Seri Public School. Arjun S. Eighth rank goes to Saina S of Javadan Navodaya. Saina. Ninth rank goes to B. Mahadev of SDV EMHSS. And 10th rank is won by A. Akhil Manasuri Secondary School. ഈ സൂപ്പർ സ്കോളർ 2024 പരീക്ഷയിൽ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ 1ാം റാങ്കുകാരനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി റോഷ് അവാർഡിന് അർഹയായിരിക്കുന്ന കുട്ടിയുടെ പേര് പ്രഖ്യാപിക്കുകയാണ്. No, obviously. Rosh Award goes to Master Kishan K of St. Mary's Residential School, Alapura. I request Dr. P. Srinivasan and Mr. Siji to award Rosh Memorial Award to Master Kishan K. Please join me. ഏറ്റവും പ്രൗഢഗംഭീരമായ റോഷ് അവാർഡ് സൂപ്പർ സ്കോളർ 2024 ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിക്കൊണ്ട് ആലപ്പുഴയുടെ അഭിമാനമായി ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ വിജയങ്ങൾ ഏറ്റുവാങ്ങുവാനും ഈ വിജയത്തിലേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് റോഷ് അവാർഡ് മാസ്റ്റർ കിഷൻ കെ സമ്മാനിക്കുകയും റോഷ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്ന റോഷിന്റെ പ്രിയ സജി ഈ അവാർഡ് ചടങ്ങിൽ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുകയും ഇനി ആദ്യ 10 റാങ്കുകൾ കരസ്ഥമാക്കി 7ാം ക്ലാസ്സിൽ നിന്നും ആദ്യ 10 റാങ്കുകൾ കരസ്ഥമാക്കി ബിഷപ്പ് മോർ സ്കൂളിലെ വിജയികളായ വിദ്യാർത്ഥികളെ അധ്യാപക ബന്ധുക്കളുടെയും അധ്യാപകരെ ഈ വേദിയിലേക്ക് അണിയിക്കുകയാണ്. ഗുരുക്കന്മാരുടെ പ്രധാനമന്ത്രികളെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ആദരവ് നൽകിക്കൊണ്ട് ഈ അവാർഡ് സമ്മാനിക്കുന്നു. ബിഷപ്പ് മോർ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളുടെ പ്രതിനിധികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിഷപ്പ് മോർ വിദ്യാലയങ്ങളായിരുന്നു അധ്യാപകരുടെയും സ്കൂളിലെ അധ്യാപകരുടെയും അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയും രക്ഷിതാക്കളുടെ പ്രതിനിധികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് ബസ് പെർഫോമൻസ് അവാർഡ് ഫസ്റ്റ് റണ്ണറപ്പായിരിക്കുന്നത് SDV EMHSS Alapura, SDV English Medium School Alapura. അധ്യാപകർ രക്ഷിതാക്കളുടെ പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നിങ്ങൾ പഠിക്കുന്ന കലാലയത്തിന്റെ പേര് വാനോളം ഉയർത്തിപ്പിടിക്കുവാൻ അക്ഷയം പരിശ്രമിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രതിഭകൾ ഇൻസ്പയർ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയും സൂപ്പർ സ്കോളർ പരീക്ഷ 2024 ഏറ്റവും കൂടുതൽ പോയിന്റുകൾ വാങ്ങി ആലപ്പുഴയിലെ മികവാർന്ന വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് Yes, it is. Badani Central School, Namiyakulanara. I request the teachers to come forward. Badani Central School, teachers, students, and parents representatives to come forward to receive the prize. Badani Central School, Namiyakulanara. ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വിജയികളെ സ്വന്തമാക്കിക്കൊണ്ട് സൂപ്പർ സ്കോർ 2024 മികവാർന്ന വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ബദനി സെൻട്രൽ സ്കൂൾ നമ്പ്യാർകുളങ്ങര. അഭിനന്ദനങ്ങൾ. കുറച്ച് കുട്ടികൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കും. ബദനി സെൻട്രൽ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് രഞ്ജിത ടീച്ചറും കുട്ടികളും രക്ഷിതാക്കളോടൊപ്പം ഈ സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. വിജയികൾക്ക് ഒരിക്കൽ കൂടി 1000 അഭിനന്ദനങ്ങൾ. ഇനിയും നിങ്ങളുടെ കലാലയത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്ന പാരന്റ്സ് കുറച്ചുകൂടി പുറകോട്ട് മാറി നിൽക്കാമോ? അപ്പൊ കുറച്ചു കുട്ടികൾ കൂടെ ഫ്രണ്ടിൽ നിൽക്കാം. ഒരു റോ കൂടി കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് മാറി നിന്നുണ്ട്. കുറച്ചുപേരും കൂടി ഒന്ന് മുട്ടുകുത്തി നിന്ന് കുറച്ചുപേർ ഇരിക്കുകയും മുട്ടുകുത്തി നിൽക്കുകയും പകുതി വളഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്തു വയ്ക്കും. പ്രിയമുള്ളവരെ, സൂപ്പർ സ്കോർ 2024 ആലപ്പുഴയിൽ പ്രൗഢഗംഭീരമായി മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സ്ഥാപനം ഇതിന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണ്ടി
വിദ്യാലയത്തിന്റെ മാനേജ്മെന്റിനോടും അധ്യാപക പ്രതിനിധികളോടും മറ്റ് ആളുകളോടുമുള്ള ഇൻസ്പയറിംഗിനെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ വിശിഷ്ടാതിഥിയായി അതിമനോഹരമായ സന്ദേശം കുട്ടികൾക്ക് നൽകുകയും രക്ഷിതാക്കളോടും കുട്ടികളോടും സംവദിക്കുകയും ചെയ്ത ഇൻസ്പയറിന്റെ ഏറെ ആധ്യാത്മികനായ ഗുരുനാഥൻ ഡോക്ടർ ടി പി ശശികുമാർ അവരോടുള്ള ഇൻസ്പയർ കുടുംബത്തിന് നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുകയും ഈ സൂപ്പർ സ്കോളർ 2024 ഇത്രയും പ്രചുര പ്രചാരം നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ വാർത്താമാധ്യമം മലയാള മനോരമയോടുള്ള ഇൻസ്പയർ കുടുംബത്തിന്റെ നന്ദി ഏറെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ സൂപ്പർ സ്കോളർ പരീക്ഷയുടെ ഇൻവിജിലേഷൻ അതിന്റെ സമയബന്ധിതമായ മൂല്യനിർണ്ണയത്തിനും ഫലപ്രഖ്യാപനത്തിനും ഒക്കെ ഞങ്ങളെ സഹായിച്ചത് സെന്റ് ജോസഫ്സ് പട്ടണക്കാട് സ്കൂളിലെ ബഹുമാനരായ അധ്യാപകരോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും ഏറെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഈ സൂപ്പർ സ്കോളർ പരീക്ഷ നടക്കുമ്പോൾ വിവിധ തരത്തിൽ ഞങ്ങളോട് സഹകരിക്കുകയും ഇതിന്റെ പരിപൂർണമായ വിജയം ഏറ്റെടുക്കുകയും ചെയ്ത മുഴുവൻ ആളുകളെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച പോലീസ് അധികാരികൾ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങി മുഴുവൻ ആളുകളോടും മികവുറ്റ ശബ്ദവും വെളിച്ചവും ഈ ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ ശബ്ദ നിയന്ത്രണം നടത്തിയ വ്യക്തികളോടും ഒക്കെ ഇൻസ്പയറിംഗിന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച ഇൻസ്പയറിംഗിൽ പോകുന്ന എപ്പിസോഡ് അതിന്റെ രണ്ടാം ഘട്ടം കോട്ടയത്ത് വെച്ച് തുടങ്ങും. അതും വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ നൽകണം. ഒപ്പം കോട്ടയം ജില്ലയിൽ കോട്ടയത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിങ്ങളുടെ പരിചയക്കാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ ഈ മത്സര പരീക്ഷയെ കുറിച്ച് അറിയിക്കുകയും സൂപ്പർ സ്കോളർ പങ്കെടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഏഴാം ക്ലാസ്സിൽ നിന്നുള്ള കുട്ടിയുടെ പേര് തെറ്റായി അനൗൺസ് ചെയ്തതിൽ ഖേദിക്കുന്നു. ജയലൻ ഷെൽവി എന്ന കുട്ടിയാണ് സമ്മാനാർഹമായിരിക്കുന്നത്. ജയലൻ ഷെൽവി 11 മുതൽ 25 വരെ റാങ്കിൽ കരസ്ഥമാക്കിയ കുട്ടിയാണ്. ആ കുട്ടിക്കുള്ള സമ്മാനം ഇപ്പോൾ നൽകുകയാണ്. ജയലൻ ഷെൽവി ഓഫ് ഇൻഫന്റ് ജീസസ് മിഷണറി സ്കൂൾ. കുട്ടിയുടെ പേര് തെറ്റായി ചെയ്തതിൽ പ്രകടിപ്പിക്കുകയാണ്. ക്ഷമിക്കുന്നു. ഇതിനെ ആര് കൊണ്ടുപോകും?
സ്റ്റേറ്റ് GRE ബ്ലഡ്